എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എന്റെ സമയത്ത് സംസാരിക്കും. ഒന്നും സംസാരിക്കാൻ ബോധപൂർവ്വമുള്ള ഒരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിന്റെ ഒരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എന്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് എരിയും അദ്ദേഹത്തിന് തിരുത്താം. ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ കൂടെ നിർത്തണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി നേതൃത്വം വരെയുള്ള ശശി തരൂരിനെ പോലുള്ളവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. എന്ത് ചെയ്യും കേരളത്തിലെ കോൺഗ്രസ് തരൂരിന്റെ തലവേദന തീർക്കാൻ? ലേഖന വിവാദം തൊട്ട് ഇന്ത്യൻ എക്സ്പ്രസിലെ അഭിമുഖം വരെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തവും കുന്തവും ഇല്ലാതാക്കി നിർത്തുകയാണ് ശശി തരൂർ. നടത്തുന്ന ഈ രാഷ്ട്രീയ നീക്കം എന്തിനാണ്? കേരളത്തിലെ പാർട്ടിയുടെ താക്കോൽ സ്ഥാനം അഥവാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം എന്ന വലിയ ഗോൾ തന്നെയാണോ മുന്നിൽ? പാർട്ടിയെ വെട്ടിലാക്കി CPM-ന് അടിക്കാൻ വടി കൊടുക്കുന്ന തരൂരിനെ ഹൈക്കമാൻഡ് നിലക്കി നിർത്തണമെന്ന് പറയാതെ പറയുന്ന കേരള നേതാക്കന്മാർ പക്ഷേ പ്രതികരിക്കാൻ പോലും മടിക്കുന്നതിലെ പൊളിറ്റിക്സ് എന്താണ്? പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ വഴിയൊരുക്കലാണ് തരൂർ നടത്തുന്നതെന്ന് മിക്കവരും കരുതുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തരൂരിനെ തള്ളിപ്പറഞ്ഞാൽ കൂടുതൽ തലവേദനയാകുമെന്ന പേടിയാണോ ആശയക്കുഴപ്പം? ഇനി നിരന്തരം അവഗണിച്ച് തരൂരിനെ പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചാൽ സംസ്ഥാന നേതൃത്വം അതിന്റെ പാപഭാരവും ചുമക്കേണ്ടി വരില്ലേ? എന്ത് ചെയ്യും തരൂർ? എന്ത് ചെയ്യും കോൺഗ്രസ്? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രൈം ഡിബേറ്റ് പാനലിസ്റ്റിൽ ചേരുന്നു CPM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് സഹയാത്രികൻ DCC സെക്രട്ടറി ഷിറാസ് ഖാൻ, ഒപ്പം മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ J അജിത് കുമാർ, രാഷ്ട്രീയ നിരീക്ഷകരായ ഷാബു പ്രസാദും NM പിയേഴ്സനും. എല്ലാവർക്കും ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ J അജിത് കുമാർ, ശശി തരൂർ പാർട്ടി വിടുമോ എന്നൊരു ചോദ്യത്തിനകത്ത് അല്ലെങ്കിൽ അവിടെ എത്തി നിൽക്കുകയാണോ? ലേഖന വിവാദം തൊട്ട് ഇന്നത്തെ അഭിമുഖം വരെ ഒരാഴ്ചയോളം കഴിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾ കണ്ടു ചോദിക്കുമ്പോൾ പറയാനുള്ളത് തനിക്ക് സമയമാകുമ്പോൾ താൻ തന്റെ മാധ്യമങ്ങളോട് പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മിനിറ്റ് വരെ, ഈ സെക്കൻഡ് വരെ ആ ലേഖനം സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഷേധക്കുറിപ്പ് തരൂരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും അത് നിഷേധിച്ചിട്ടില്ല. പാർട്ടി വിടാൻ ഒരുങ്ങുകയാണോ തരൂർ? ഇപ്പോൾ അവസാനം ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം ആദ്യം പറയാം. തീർച്ചയായും ഡോക്ടർ ശശി തരൂരിനെ പോലെ ഒരു വ്യക്തി കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലൂടെ ലോക്സഭയിലേക്ക് ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ പോയ ഇൻ്റർനാഷണൽ സിറ്റിസൺ എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു, പക്ഷേ അതിൽ അങ്ങനെ ആദ്യം വിശേഷിപ്പിക്കപ്പെട്ട മലയാളി ശ്രീ V.K. കൃഷ്ണമേനോനായിരുന്നു. അതിനുശേഷം അതേ അന്തർദേശീയ തലത്തിൽ അതേ തലപ്പൊക്കത്തോടെ നിൽക്കാൻ തരൂരിന് ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. തീർച്ചയായും അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വന്നാൽ തീർച്ചയായും ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയിൽ അല്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് പോകാനാണെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ തന്നെ പോകാമായിരുന്ന അവസരങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്ന ആരെ വേണമെങ്കിലും ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ, ചുവപ്പ് പരവതാനി വിരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന 2 പാർട്ടികളുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ഒന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP, മറ്റൊന്ന് ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന CPIM. ഇപ്പോൾ തന്നെ പല പരാമർശങ്ങൾ ഇതിനെക്കുറിച്ച് വന്നല്ലോ, ചില റിയാക്ഷൻസ് വന്നത് നമ്മൾ കണ്ടല്ലോ തുടക്കത്തിൽ. അപ്പോൾ ശശി തരൂരിനെ പോലെ ഉള്ള തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ കോൺഗ്രസിൽ നിന്ന് പോച്ച് പുറത്ത് ചാടിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ 2 സജ്ജരായിരിക്കുന്ന പാർട്ടികൾ കേന്ദ്രത്തിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളല്ല ഡോക്ടർ ശശി തരൂർ. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം പറയാതെ വയ്യ പറഞ്ഞാൽ, അദ്ദേഹം ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് മുഖ്യധാരയിലേക്ക് ഇപ്പോഴും അദ്ദേഹം പൂർണ്ണമായും ആമഗ്നായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ ലോകവേദികളിലൊക്കെ തലപ്പൊക്കത്തോടെ നിൽക്കുന്ന ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനമാണ്. പക്ഷേ നമുക്കറിയാം, അദ്ദേഹം കഴിഞ്ഞ 4ാമത്തെ ഇലക്ഷൻ, ഇപ്പോൾ 15 വർഷമായി, ഇപ്പോൾ ഈ ടേം പൂർത്തിയാകുമ്പോൾ 20 വർഷം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുകയാണ് ലോക്സഭയിൽ. അദ്ദേഹത്തിന് ഒരു ഈ വിദ്യാർത്ഥി കാലം മുതൽ, ക്യാമ്പസ് രാഷ്ട്രീയം മുതൽ പയറ്റി വന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KSUവിൽ കൂടിയോ യൂത്ത് കോൺഗ്രസിലൂടെയോ, അല്ലെങ്കിൽ വലിയ യൂത്ത് കോൺഗ്രസ് എന്ന് പറയാൻ മൂത്ത കോൺഗ്രസ് നമ്മൾ പറയാറുണ്ടല്ലോ,
അങ്ങനെ വന്ന ഒരു 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 രാഷ്ട്രീയ നേതാവ് അല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ അദ്ദേഹം പലപ്പോഴും അനുഭവിക്കുന്നുണ്ടാവും. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിനെ കോൺഗ്രസ് അവഗണിക്കുന്നു എന്നുള്ള പരാതി അദ്ദേഹം ഇതുവരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒരുപക്ഷേ നമ്മൾ മാധ്യമങ്ങൾ അങ്ങനെ ഒരു സൃഷ്ടിച്ചെടുത്ത ഒരു പ്രത്യേകമായ ഒരു പരിസ്ഥിതി ഒരു ഇതുണ്ട്, സാഹചര്യമുണ്ട്. അപ്പോൾ ഡോക്ടർ തരൂരിന് തീർച്ചയായും അദ്ദേഹം അഖിലേന്ത്യ AICCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ മത്സരിച്ച വ്യക്തിയാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ശ്രീ അജിത് കുമാർ, ഞാൻ ഇടപെട്ടൊന്ന് ചോദിക്കുന്നത്, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അഭിമുഖം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണെന്ന് കരുതുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. കെ സുധാകരനൊക്കെ അതായിരിക്കും വിശ്വസിക്കുന്നുണ്ടാവുക. താങ്കൾ എന്താണ് കരുതുന്നത്? രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷം കൊടുത്ത അഭിമുഖമാണോ അതിന് മുൻപ് കൊടുത്ത അഭിമുഖമാണോ? അല്ല, ഇതിനകത്ത് നമ്മളെ മാധ്യമപ്രവർത്തകർ പാലിക്കേണ്ടതായ ചില പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ മിനിമം എത്തിക്സ് ഏത് പ്രൊഫഷനും ഉണ്ടല്ലോ, അത് നമ്മൾ പാലിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അറിയാം. മാധ്യമത്തിൽ ഉണ്ടായിരിക്കുന്ന പൊതുവായി ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ച് ഇത് 26-ാം തീയതി റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന സാധനമാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ, അത് തീർച്ചയായും അതിന് വളരെ മുമ്പ് തന്നെ ചെയ്തതായിരിക്കും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലും അറിവോ സമ്മതവും ഇല്ലാതെ ഇതൊരു അകാലത്തിൽ ഇത് പുറത്തു വിട്ടത് വഴി നമ്മൾ ലംഘിച്ചിരിക്കുന്ന മാധ്യമ ധാർമ്മികത എന്ന് പറയുന്നത് അവിടെ വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷമാണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഏറെക്കാലമായിട്ട് പാർലമെൻറ്റിൻ്റെ ലോബിയിലൊക്കെ വെച്ച് കാണുന്നു എന്നല്ലാണ്ട് വളരെ അടുത്ത ഒരു ഇൻറ്ററാക്ഷൻ ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല അടുത്ത കാലത്തൊന്നും തരൂർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ എന്തെങ്കിലും പോസിറ്റീവായൊരു അഷ്വറൻസ്, ഉറപ്പോ അല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടും എന്നുള്ള എന്തെങ്കിലും ഒരു വാഗ്ദാനമോ എന്തെങ്കിലും ഈ കിട്ടാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടായ ഒരു വികാര വിസ്ഫോടനമാണെന്ന് നമുക്ക് കരുതുക വയ്യ. അദ്ദേഹം ഇതിനു മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കേരളത്തിൻ്റെ വ്യവസായ വികസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ വിദേശ നയത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് അവിടെ ചർച്ചയിലിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് അതിനെക്കുറിച്ചും തരൂർ തുറന്നു പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ ഗ്ലോബൽ ശ്രീ അജിത് കുമാർ, ഞാൻ ഈ ചോദിച്ചത് പ്രായോഗിക രാഷ്ട്രീയം എന്നുള്ള കാര്യം സമ്മതിക്കാം, അതുപോലെ പക്ഷേ CPM പോലും പുറത്ത് പറയുന്നില്ലെങ്കിൽ അത് സമ്മതിക്കുമായിരിക്കും. പക്ഷേ ഒരു വിഷയം, ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിഷേധിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ ലേഖനത്തെ തള്ളിപ്പറയാൻ വയ്യ. UDF-ലെ ഘടകകക്ഷികൾ തന്നോട് നേരിട്ട് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമുണ്ട്. അതാണ് പറയുന്നത് അദ്ദേഹം. ഇതിപ്പോൾ ലീഗൊക്കെ ഈ വിഷയത്തിനകത്ത് അധികാരത്തിൽ വരുന്നത് കോൺഗ്രസ് അല്ല, UDF ആണ്. UDF-നകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് കുഞ്ഞാലിക്കുട്ടി യോഗ്യനാണ് എന്നതടക്കമുള്ള ലീഗിന്റെ പരാമർശങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ലീഗ് ഈ വിഷയത്തിനകത്ത് ഹൈക്കമാൻഡ് പോലും ഇതിൽ സമവായം ഉണ്ടാക്കുന്നില്ല എന്നുള്ള പരാതി ലീഗിനുണ്ട്. മലപ്പുറത്ത് യോഗം ചേരുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ. അതായത് ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് പോരാ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നടക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നൊരു തോന്നൽ ഘടകകക്ഷികൾക്കുണ്ട് എന്നാണ് തരൂർ പറഞ്ഞതെങ്കിൽ അതെങ്ങനെയാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന് വിരുദ്ധമാവുക? ഘടകകക്ഷികൾക്ക് ആ തരത്തിലൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? ലീഗൊക്കെ പുറത്തു പറയുകയും പറയാതെ പറയുകയൊക്കെ ചെയ്യുന്നതിന്റെ അർത്ഥം പിന്നെന്താണ്? ഇപ്പോൾ പിന്നെ മുസ്ലിം ലീഗിൻ്റെ അന്തിമ വാക്ക് എന്ന് പറയുന്ന പാണക്കാട്ട് തറവാട്ടെന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നേതാവ് സാദിഖ് തങ്ങൾ പറയുകയുണ്ടായി, ശ്രീ കുഞ്ഞാലിക്കുട്ടിയും കൂടെ പറയാറുണ്ട്, അദ്ദേഹമാണല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിലും ലീഗിൻ്റെ നേതൃനിരയിൽ ഉണ്ടാകുമെന്ന് പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളാണ്. ശശി തരൂരിൻ്റെ കാര്യം മാത്രമല്ല, ഈ കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയവും കാര്യങ്ങൾ കോൺഗ്രസ് തന്നെ പരിഹരിക്കുക എന്നുള്ള ആ ഒരു നിലപാട്. അതാണല്ലോ ഏത് ഘടകകക്ഷിയും ചെയ്യുന്നത്. ഇപ്പോൾ CPM-ൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ CPI-ക്കാർ വന്ന് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസ്സിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്ന് ആരെങ്കിലും ശശി തരൂരിൻ്റെ ചെവിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാം. ഒരു പക്ഷേ ആ പ്രസ്താവന പോലും തെറ്റാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ KPCC നയിക്കാനൊരു ശക്തനായൊരു നേതാവുണ്ട്, പ്രതിപക്ഷത്തെ നയിക്കാൻ അതുപോലെ ഈ തുല്യ ശക്തിയോടുകൂടി തന്നെ ഭരണപക്ഷത്തോട് അതേ രീതിയിൽ തന്നെ പോരാടുന്ന പ്രതിപക്ഷ നേതാവുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെയാണ് സർക്കാരിനെതിരെ ശക്തമായ വിമർശനം അഴിച്ചുവിടുന്ന ആളാണ്. പേരുകളൊന്നും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ നിന്ന് തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ നേതൃനിരയിൽ മുന്നിലും മുകളിലുമായി നിൽക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിൽ ഇത് നേതൃശൂന്യത ഉണ്ട് എന്ന് പറയുന്നത് അത് തീരെ അങ്ങോട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ തരൂരിൻ്റെ എന്ത് റോളായിരിക്കണം? ഈ പറഞ്ഞ KPCC പ്രസിഡൻ്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവുണ്ട്, കേന്ദ്രത്തിൽ AICC-യിൽ ഭാരവാഹികളുണ്ട്. അപ്പോൾ തനിക്ക് എന്ത് റോളാണ് ഉണ്ടാകേണ്ടത് എന്ന് ശശി തരൂർ ഇതുവരെ നിർണയിച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി 4 തവണ ഒരേ മണ്ഡലത്തിൽ നിന്നും
വർദ്ധിച്ച ഭൂരിപക്ഷവും കുറഞ്ഞ ഭൂരിപക്ഷമൊക്കെ ആയിട്ട് 4 തവണ തുടർച്ചയായി ജയിച്ചു പോകുന്ന ഒരാൾക്ക് ഇപ്പോഴും തൻ്റെ അവിടെ നമ്മൾ പറയില്ലേ നമ്മൾ ടു ഫൈൻഡ് യുവർ ഫീറ്റ് എന്ന്, അതിന് അദ്ദേഹത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു തോന്നൽ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഏത് സ്ഥാനത്തേക്കാണ് നമ്മുടെ ഇതിനകത്ത് അതാണ് പാർട്ടി ഇത് ഉണ്ടാക്കുന്നത്, പാർട്ടിയാണോ നേതാക്കന്മാരാണോ എന്നുള്ളതാണ്. പാർട്ടി വേണ്ട വിധത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തില്ല, താൻ വേറെ വഴി നോക്കും എന്ന് പറയുന്നിടത്താണ് വിഷയം. അവിടെ നമ്മുടെ ഇതിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഒന്ന്, ലക്ഷ്യം താക്കോൽ സ്ഥാനമോ നേതൃദാരിദ്ര്യം ഉണ്ടോ കേരളത്തിലെ കോൺഗ്രസിൽ? അപ്പോൾ താക്കോൽ സ്ഥാനം എന്ന് പറയുന്നത് അത് മുമ്പ് ഒരു സമുദായ നേതാവ് പറഞ്ഞൊരു പ്രയോഗമാണ്. താക്കോൽ സ്ഥാനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ സർക്കാരിൻ്റെ തലപ്പത്തെത്തുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കുമല്ലോ. അതാണല്ലോ അതിൻ്റെ വ്യംഗ്യം. അതെ. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ നേതൃദാരിദ്ര്യമാണ്. അപ്പോൾ നേതൃദാരിദ്ര്യത്തിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തതേ ഉള്ളൂ. താക്കോൽ സ്ഥാനത്തേക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാ അംഗങ്ങൾ ചേർന്ന് ദേശീയ പാർട്ടി കൂടിയാണ് നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിൻ്റെ ഒരു അംഗീകാരവും ലഭിക്കുക എന്നുള്ള ഒരു ചട്ടവട്ടങ്ങളുണ്ടല്ലോ ഏത് പാർട്ടിയിലും. അത് കൃത്യമായി പിന്തുടരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതെ, അപ്പോൾ ശരി, ഞാൻ തിരികെ വരാം. ചട്ടവട്ടങ്ങളെല്ലാം പിന്തുടരുന്ന പാർട്ടിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തുടർച്ചയായി ചെയ്യുമ്പോഴും ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് അനങ്ങുന്നില്ലല്ലോ എന്നുള്ളൊരു പരാതി സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ശ്രീ എം പ്രകാശ് മാസ്റ്റർ കൂടി നമുക്കൊപ്പം ചേരുന്നു. തരൂരിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയുന്നു. കോൺഗ്രസ് വിട്ടാൽ തരൂർ അനാഥമാകുകയില്ല എന്ന് ഐസക് പറഞ്ഞു. സത്യം പറഞ്ഞതിന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് തരൂരിനെ എന്ന് EP പറയുന്നു. അവസരമൊക്കെ പാഴാക്കാതെ തരൂരിനെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റാം, അങ്ങനെയാണോ CPM കരുതുന്നത്? ഈ വാതിലൊക്കെ തുറന്നിട്ടാൽ തരൂർ വരുമോ? കഴിഞ്ഞ കുറച്ച് കാലമായി പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരമേറ്റത് മുതൽ യാഥാർത്ഥ്യബോധത്തോടെയല്ല കേരളത്തിലെ കോൺഗ്രസ് പെരുമാറുന്നത് എന്നുള്ളത് കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വികസന മേഖലയിലും ജനക്ഷേമ മേഖലയിലും ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ് സമീപകാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ആ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു നല്ല കാര്യവും അംഗീകരിക്കാൻ പാടില്ല, അംഗീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഈ നിലപാട് അംഗീകരിക്കാത്ത ഒരാളാണ് തരൂർ എന്നുള്ളത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. ഇപ്പോൾ 2021 ഡിസംബറിൽ ലുലു മാളിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വെച്ച് തരൂർ പറഞ്ഞ കാര്യം നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. കേരളത്തിലെ വികസനത്തെ തടസ്സം നിൽക്കുന്നവരെ ഒഴിവാക്കാൻ കെൽപ്പുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരളിനെതിരെ കേരളത്തിലെ എല്ലാ UDF MPമാരും ഒപ്പിട്ട് നിവേദനം കൊടുത്തപ്പോൾ അതിൽ ഒപ്പിടാൻ സന്നദ്ധമാവാത്ത ഒരാളായിരുന്നു തരൂർ എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിന് എടുത്തിയാടിയില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPMൻ്റെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാട് അല്ല തനിക്കുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം ആദ്യം നടത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം, ആ ലേഖനത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വികസന രംഗത്ത് പ്രത്യേകിച്ച് വ്യാവസായ വികസനത്തിൽ കേരളത്തെ ഒരുപാട് മുന്നോട്ടേക്ക് നയിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് അതിശയിപ്പിക്കുന്ന മാറ്റമുണ്ട് എന്ന് കൃത്യമായി തനിക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അതിനെതിർത്ത് സംസാരിച്ചുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളോട് നിങ്ങൾ കണക്ക് പരിശോധിക്കണം, അത് പരിശോധിച്ച് വ്യത്യസ്തമായ മറ്റേതെങ്കിലും ഒരു കണക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നിലപാട് മാറ്റാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകമായ നിലപാട് പറയുന്നതല്ല. അദ്ദേഹം ഒരു ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി എന്തു നിലപാടാണ് സ്വീകരിക്കേണ്ടത് അതാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ നിലപാട് നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. അപ്പം അദ്ദേഹം ഇന്നലത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ട് എതിരാളികളുടെ നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു? അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എതിരാളികൾ തന്നെയാണ്, പക്ഷേ എതിരാളികളെ സംബന്ധിച്ചും അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. സത്യമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ തനിക്ക് ആ പാർട്ടിക്കകത്തുള്ള പ്രത്യേകമായിട്ടുള്ള യോഗ്യതയെ സംബന്ധിച്ചും ജനം തനിക്ക് നൽകുന്ന സ്വീകാര്യതയെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താ? എൻ്റെ ഈ പറയുന്ന കാര്യങ്ങളെ ഉപയോഗിക്കാൻ കോൺഗ്രസ് സന്നദ്ധമാവണം. അങ്ങനെ സന്നദ്ധമാകുന്നതിൽ ഐ ഹാവ് അതർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കാര്യം വളരെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഉന്നയിക്കപ്പെടുന്ന വളരെ ഗൗരവമായൊരു പ്രശ്നം,
ഒരു നാടാകെ അംഗീകരിക്കുന്ന ഒരു നേതാവ് കോൺഗ്രസിനില്ല. ഇത് ധാരാളം ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്നു. അതുപോലെ തന്നെ UDF-നകത്തുള്ള പാർട്ടികൾക്ക് ഇത്തരം അഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി നിങ്ങൾ പാർട്ടി വിടാൻ പോവുകയാണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വ്യക്തമാണ്. വൺ ഹാസ് ദ ഫ്രീഡം ടു ബി ഔട്ട്സൈഡ് ദ പാർട്ടി, സ്റ്റേ ആസ് എൻ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ ഉദ്ദേശിക്കുന്നതിൽ പ്രകാശ് മാഷ് 2-3 വരികളുണ്ട്. ഒന്ന്, തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ് വിരുദ്ധരുടെ കൂടി വോട്ട് കിട്ടിയിട്ടാണ്, മറ്റ് പാർട്ടി അനുഭാവികളുടെ വോട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇന്ന് തോമസ് ഐസക് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ EP-യും AK ബാലനൊക്കെ പറയുന്ന പോലെ അനാഥനാവില്ല ശശി തരൂർ കോൺഗ്രസ് വിട്ടുവന്നാൽ എന്ന് പറയുന്നിടത്തൊന്ന്. അപ്പോഴാണ് താൻ ഇതല്ലെങ്കിൽ മറ്റ് വഴികൾ തേടും എന്നുകൂടി പറയുന്നത്. ഇൻഡിപെൻഡന്റ് മാത്രമല്ല, മറ്റ് വഴികൾ തേടും. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ DYFI പോകുന്നു, പോസ്റ്റർ പ്രകാശനം ചെയ്യുന്നു, ക്ഷണിക്കുന്നു, പെരിയ കേസിന്റെ പോസ്റ്റ് അദ്ദേഹം CPM അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആ പോസ്റ്റ് ശശി തരൂർ പിൻവലിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ടോ? അതായത് ഇതിനകത്ത് വളരെ ഉപരിപ്ലവമായിട്ട് പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായൊരു രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നും CPM കരുതുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും? രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം CPM നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ സമീപനവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ആ കോൺട്രവേഴ്സിയിൽ വ്യക്തമായ നിലപാടെടുത്തിരിക്കുന്നു, ശരിയായ നിലപാടെടുത്തിരിക്കുന്നു, വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയ നിലപാടെടുത്തിരിക്കുന്നു. അതാണ് തരൂരിന്റെ പ്രസക്തി. അത് നമുക്ക് ഇങ്ങനെ തള്ളിക്കളയാൻ വേണ്ടി കഴിയുക? അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ല ശ്രീ എം പ്രകാശ് മാസ്റ്റർ, അദ്ദേഹം പാർട്ടിയിൽ നിന്നേ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അതൊരു പ്രതിപക്ഷ സമീപനമല്ല. അദ്ദേഹം മറ്റൊരു പാർട്ടിക്ക് അനുഭാവപൂർവ്വമുള്ള ഒരു നിലപാട് ഈ പാർട്ടിയിൽ നിന്നേ സ്വീകരിക്കുന്നു, അത്രേ കണക്കാക്കാൻ കഴിയുള്ളൂ. അത് CPM-ന് മനസ്സിലാവാത്തൊന്നുമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹം ഇന്ന് സ്വീകരിക്കുന്ന കാര്യമല്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം 2021 ഡിസംബറിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്. അതിനുശേഷമാണല്ലോ അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായത്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്, MP ആയത്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വിഷയത്തിൽ എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ കേരളത്തിന്റെ വികസനം സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ആശ്രയിച്ചാൽ, ഇഫ് വി ആർ സീരിയസ് അബൌട്ട് കേരളാസ് ഫ്യൂച്ചർ വി നീഡ് ടു സീ തിങ്സ് ബിയോണ്ട് അവർ പൊളിറ്റിക്കൽ ലീനിങ്സ്. രാഷ്ട്രീയമായ നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചാണ് ഗൗരവമായിട്ട് ആലോചിക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് എൻ്റെ ബാധ്യത. ആ ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. ഇവിടെ ഉയർന്നു വരേണ്ട ചോദ്യം, എന്തുകൊണ്ട് അത്തരമൊരു ബാധ്യത ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്നുള്ളതൊക്കെ കോൺഗ്രസിന് നിർവഹിക്കാനാവുന്നില്ല? അതിലെ ചോദിക്കേണ്ട കാര്യം. ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്തിനേയും വിമർശിക്കാമല്ലോ. ശരികളെ ശരിയാണെന്ന് പറയുകയും തെറ്റുകൾ വിമർശിച്ചുകൊണ്ട് തിരുത്തുകയും, ഇതാണല്ലോ പ്രതിപക്ഷം ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ 8 കൊല്ലക്കാലമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം അത് ചെയ്യുന്നില്ല. അതിന് ഫലവത്തായ ഒരു നേതാവ് കോൺഗ്രസിനില്ല എന്ന് ധാരാളം ജനങ്ങൾക്ക്, കോൺഗ്രസിനകത്തുള്ള ആളുകൾക്ക് അഭിപ്രായമുണ്ട്. UDF-നകത്ത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് തരൂർ പറയുന്നതെന്ന് CPM പറയുന്നു. പ്രായോഗിക രാഷ്ട്രീയം തരൂരിന് വശമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? CPM-നെ പോലെ ഒരു കേഡർ പാർട്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അണികളുടെ വികാരം, സംസ്ഥാന നേതാക്കന്മാരെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന അത്തരം ചില നിലപാടുകൾ എടുക്കുമ്പോൾ ഇനി അദ്ദേഹം ഒരുപക്ഷെ CPM-ലോട്ട് വരാൻ തന്നെ ഉദ്ദേശിക്കുകയാണെങ്കിലും നിങ്ങളുടെ പാർട്ടി തത്വങ്ങളുമായി ചേർന്ന്, അച്ചടക്കവുമായി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരാളെ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് കഴിയുമോ? ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കണം. അദ്ദേഹം ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയെ പറ്റി പറഞ്ഞു, അതിൽ 100-ലേറെ ആളുകളുണ്ട്. അവിടെ ഒരു ഗൗരവമായ തീരുമാനം എടുക്കുന്നതായിട്ട്, ഞാൻ എല്ലാ വർക്കിംഗ് കമ്മിറ്റിയിലും പങ്കെടുത്തിട്ടുണ്ട്, ഒരു ഗൗരവമായ തീരുമാനം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഒരു വലിയ ജനക്കൂട്ടമാണ്. അദ്ദേഹം പറഞ്ഞു, നേരത്തെ നമ്മൾ ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടുള്ള ഫോട്ടോ, കുറച്ചാളുകൾ വട്ടവേശയ്ക്ക് ചുറ്റിവിരിക്കുന്നു, അതുപോലെ അല്ലെങ്കിൽ കുറച്ചാളുകൾ നിലത്തിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതൊന്നും അല്ല ഇന്നത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് കാര്യങ്ങൾ സീരിയസ് ആയി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലാതായി പോയിരിക്കുന്നു. ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്ത ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയിരിക്കുന്നു. അത് അവരുടെ തകരാറാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആഭ്യന്തരമായിട്ട് സമ്പൂർണ്ണ ജനാധിപത്യം അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഈ പാർട്ടിക്കകത്ത് ആർക്കും അവകാശമുണ്ട്. അതിന് സംഘടനാ വേദികളുണ്ട്. അതില്ലാത്തൊരു പാർട്ടിയായി മാറിയിരിക്കുന്നു കോൺഗ്രസ് എന്നിടത്തോളമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായം. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ പറയേണ്ടി വരിക എന്നുള്ളത് ഒരു നിലപാടല്ലേ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഞാൻ ആലോചിക്കാറില്ല.
എന്ന് മാത്രമല്ല എൻ്റെ അഭിപ്രായങ്ങൾക്ക് ജനങ്ങൾ ഒരിക്കലും എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ പാർട്ടിക്കകത്ത് അത് എതിരുണ്ടാവുന്നു. എതിരാളികളെ കുറിച്ച് എന്തിനാണ് നല്ല അഭിപ്രായം പറയുന്നത് എന്നാണ് എൻ്റെ പാർട്ടിക്കാർ എന്നോട് ചോദിക്കുന്നത്. അവർ നമ്മുടെ എതിരാളികളാണെങ്കിൽ നല്ല കാര്യം ചെയ്താൽ അതിനെ അഭിനന്ദിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ നിലപാടിൻ്റെ പ്രശ്നമാണ്. ഒരു പാർട്ടി, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പാർട്ടി സ്വീകരിക്കേണ്ട ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നില്ല. എതിരാളികൾ തന്നെ, പക്ഷേ അവരുടെ ശരിയായി കാണാൻ കോൺഗ്രസിനാവുന്നില്ല. അതുപോലെ തന്നെ അവരുടെ തെറ്റുകളെ വിമർശിക്കുക എന്ന് പറയുന്ന പണിയല്ല അവരെടുക്കുന്നത്. വസ്തുതകളായിട്ട് അംഗീകരിക്കുന്നില്ല. ഇതൊന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാരണവശാലും സ്വീകരിക്കാനാവുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിലെന്താ തെറ്റ്? അത് കോൺഗ്രസ് തിരുത്തരുത്, തരൂരല്ലോ. പാർട്ടിക്കകത്ത് ജനാധിപത്യം ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കേണ്ടത്. ജനാധിപത്യപരമായിട്ട് അഭിപ്രായം പറയാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ ശരികളായി കാണാൻ കോൺഗ്രസിനാണ് ആവേണ്ടത്. അപ്പം അദ്ദേഹം ഇന്നലെ പറഞ്ഞല്ലോ, വ്യാവസായിക രംഗത്ത് നേരത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തുള്ള, ഉമ്മൻചാണ്ടി കാലത്ത് 28ാം സ്ഥാനത്തുള്ള കേരളം 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? അത് അംഗീകരിക്കണ്ടേ? പിന്നെ UDF, കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. വ്യാവസായിക രംഗത്ത് ശശി തരൂരിന്റെ പ്രസ്താവനകൾ അതിൽ മാത്രം നിൽക്കുന്നില്ല എന്നുള്ള കാര്യം CPM-നും അറിയായികയല്ല. ഞാൻ തിരികെ എത്താം ശ്രീ പ്രകാശ്. ശ്രീ ഷാബു പ്രസാദ്, പാലക്കാട് സന്ദീപ് വാര്യരുമായിട്ട് വിഷയം വന്നപ്പോഴും ഇടത് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് തുറന്ന പ്രതികരണങ്ങൾ വരുന്നു, അത്തരം സ്വാഗതാർഹമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നു. കോൺഗ്രസ് ആ സമയത്ത് വലിയ രീതിയിലുള്ളൊരു പരാമർശങ്ങളൊക്കെ നടത്താതിരുന്നു. സന്ദീപ് വാര്യർ CPM-ലേക്ക് പോകുന്നു കരുതി, പക്ഷെ പോയത് കോൺഗ്രസിലേക്കാണ്. ഇനി ഇത്തരം ചില ട്വിസ്റ്റുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതികരണങ്ങൾക്കില്ല, പക്ഷെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കോൺഗ്രസ് തന്നെ ശരിക്കും പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ട് എന്ന് പറയുന്നിടത്ത് BJP ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഞാനങ്ങനെ കരുതുന്നില്ല. ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ അപർണം, ഈ ശശി തരൂര് ഈ കളിക്കുന്ന കളി കോൺഗ്രസിന്റെ എല്ലാ ദൗർബല്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അത് വെച്ചിട്ടാണ്. കാര്യം അദ്ദേഹത്തിന് അറിയാം, അപ്പോൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയാൽ അത് കോൺഗ്രസിനെ അഫോർഡ് ചെയ്യാൻ കഴിയുന്നതല്ല. ആ ഡാമേജ് അത്ര വലുതായി. ഒന്നാമത് ഇപ്പോൾ സർവ്വ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും തൊപ്പിയിട്ട് നടക്കുകയാണ്. ആകപ്പാടെ ഇനി പ്രതീക്ഷയുള്ള ഒരേ ഒരു തെരഞ്ഞെടുപ്പ് 2026 വരാൻ പോകുന്ന കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ പുറത്തുപോയ, കോൺഗ്രസ് നേതൃത്വമായിട്ട് ഉടക്കി പുറത്തു പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ സർവനാശമായിരിക്കും ഫലം എന്ന ആ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ള ഒരു വിലപേശൽ തന്ത്രമാണ് ഇപ്പോൾ ശശി തരൂർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കേരള മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതായത് അദ്ദേഹത്തിന് ഇപ്പം BJP-യിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ചിലപ്പം പരമാവധി അദ്ദേഹത്തെ രാജ്യസഭയിലോട്ടോ നോമിനേറ്റ് ചെയ്തൊരു MP ആക്കുമായിരിക്കും, കേന്ദ്രത്തിൽ കൂടി വന്ന ഒരു അങ്ങനെയാണെങ്കിൽ ശ്രീ ഷാബു പ്രസാദ്, CPM-ഉം താങ്കൾ കരുതുന്നില്ല? CPM-ഉം അദ്ദേഹത്തിന്റെ മുന്നിൽ ഓപ്ഷൻ ആയിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഇല്ല, അദ്ദേഹം ഈ കോൺഗ്രസിലെ ഇതിന്റെ തുറച്ചു നിന്ന് അദ്ദേഹത്തിന് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഇവിടുത്തെ NSS അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തത്, അദ്ദേഹം വലിയ ചെവിയിൽ കൂടെയുള്ള നായരാണ് എന്ന് NSS പറഞ്ഞിട്ടുണ്ട്. NSS-ന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഇനി മുസ്ലിം ലീഗിന്റെയും കൂടി പിന്തുണ അദ്ദേഹം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് മറ്റു മാർഗമില്ല, അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയേ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, സംഘടന എന്നുള്ള നിലയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. കാര്യം കേരളത്തിന്റെ ഒരു നവീൻ പട്നായിക് ആവാൻ ഒരു പക്ഷേ ഈ ശശി തരൂരിന് കഴിയും. കാര്യം നവീൻ പട്നായിക് അങ്ങനെ വന്നതാണ്. കാര്യം ഒരു അന്താരാഷ്ട്ര മുഖച്ഛായുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം, നവീൻ പട്നായിക്. ആ രീതിയിൽ അത് മാത്രമാണ് ശശി തരൂരിന്റെ ലക്ഷ്യം. ഒരു കാരണവശാലും അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവില്ല, അദ്ദേഹത്തെ പുറത്താക്കുകയുമില്ല. കാര്യം അങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കോൺഗ്രസ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം നോക്കുകയാണ്, അദ്ദേഹം ഇങ്ങനെ കോൺഗ്രസിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു കാര്യമില്ല. അതായത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ ഓരോ ചർച്ചയൊക്കെ വരുന്ന സമയത്ത് നാഷണൽ മീഡിയ ആയിക്കോട്ടെ, കേരളത്തിലെ മീഡിയ ആയിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, ഈ ശശി തരൂരിനെ പോലെ ഇത്രയധികം ഇന്റർനാഷണൽ എക്സ്പോഷറും പൊട്ടൻഷ്യലുമുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുമ്പോൾ
ഇവിടെ വന്ന് ബഫൂൺ കളിക്കുകയാണ്. ഷമാ മുഹമ്മദിനെ പോലുള്ളവരൊക്കെയാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വന്ന് ചർച്ച ചെയ്യുന്നത്. അതുപോലെ പാർലമെന്റിൽ അദ്ദേഹത്തിന് മിണ്ടാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പം കറക്റ്റ് ആ സമയം, പ്രത്യേകിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും അവരുടെ ഇന്ത്യ മുന്നണി തകർന്ന് 4 വശമായി, മുമ്പിൽ ഒരു പ്രതീക്ഷ ഇല്ലാതെ ഇങ്ങനെ സംസ്ഥാനത്തിനകത്തുനിന്ന് പിന്തുണ വേണ്ടേ? ഈ ACC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ MK രാഘവൻ തൊട്ട് ശബരിനാഥ് വരെയുള്ളവരൊക്കെ പിന്തുണ കൊടുത്താണ്. പക്ഷെ ഇപ്പോ അതും മുഴുവൻ കൊണ്ടു കളഞ്ഞില്ലേ ഈ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം? അല്ല, ഇപ്പൊ അവിടുത്തെ ഇവർക്ക് എന്തോന്ന് സംഘടന എന്ന് ഒരു കാര്യമുണ്ട്. അവിടുന്ന് രാഹുൽ ഗാന്ധി പറയുക അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, പിന്നെ കഴിഞ്ഞോടെ. രാഹുൽ ഗാന്ധി അത് പറയുമോ എന്നുള്ളിടത്താണ്. പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അഭിമുഖം ഇപ്പൊ വരുമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഇല്ലില്ല, ഇതൊരു പ്രഷർ ടാക്ടിക്സ് ആണ്. കോൺഗ്രസിന് ശശി തരൂരിന്റെ പ്രഷറിൽ വഴങ്ങേണ്ടി വരും, ഒരു സംശയമില്ല. അദ്ദേഹത്തിന് ഇനി മുസ്ലിം ലീഗിന്റെയും കൂടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയാൽ, മുസ്ലിം ലീഗ് പറയുകയാണ് ശശി തരൂരാണ് ശരിയായ, നമുക്ക് കേരളത്തിന് പറ്റിയ, UDF-ന് പറ്റിയ ഒരു മുഖ്യമന്ത്രിയുടെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VD സതീശനും ഇവരുമൊക്കെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ആ ഇതിൻ്റെ അകത്ത് ബാത്റൂമിലെ കണ്ണാടി നോക്കി കുറെ പല്ലിറുമോന്നല്ലാതെ എന്തെങ്കിലും ചെയ്യാം. NSSന്റെ പിന്തുണയുണ്ട്, മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ട്. ഇതിന്റെയൊക്കെ ബേസിൽ അവിടെ നിന്ന് AICC രാഹുൽ ഗാന്ധിയും അവരും കൂടെ തീരുമാനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ആകപ്പാടെ പ്രതീക്ഷയുള്ള ഇനിയും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷയുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ കൂടെ ഇങ്ങനെ ഇനിയും അടുത്ത ഇലക്ഷനിൽ മിക്കവാറും എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ പറയുന്നത് LDF തന്നെ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ്. എങ്കിലും കോൺഗ്രസിന് ഒരു സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. അതും കൂടെ ഇല്ലാതെ ആ ഒരു വിദൂര സാധ്യതയും കൂടെ ഇപ്പോൾ ശശി തരൂരിനെതിരെ എടുക്കുന്ന ഒരു ആക്ഷനും ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയാൽ അതും കൂടെ തീരും. പിന്നെ എവിടെ ചെന്ന് നിൽക്കും? അത് താങ്ങാനാവുമോ കോൺഗ്രസിന്? യെസ്, നമുക്ക് ചോദിക്കാം, ആ ഒരു പ്രഷർ ടാക്ടിക്സ് ഉണ്ടോ ഇതിനകത്ത്? ഏത് തരത്തിലാണ്? ഞാൻ നേരത്തെ അജിത് കുമാർ കൂടെ വരാൻ മുമ്പ് ശ്രീ NM പിയേഴ്സൺ വൈകി വന്നതിന് ക്ഷമിക്കണം. ഇതിനകത്ത് CPM നടത്തുന്നത് രാഷ്ട്രീയ നീക്കമല്ല, നല്ല കാര്യം എതിരാളികൾ ചെയ്യുമ്പോൾ നല്ലതിനെ അംഗീകരിച്ചുകൂടെ, അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശ്രീ പ്രകാശൻ മാസ്റ്റർ പറയുന്നത്. അപ്പോഴും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി തൊട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. CPM നടത്തുന്നത് രാഷ്ട്രീയ നീക്കം മാത്രമാണോ? അതല്ലാതെ ഈ കോൺഗ്രസിൽ ഒരു പ്രഷർ ടാക്ടിക്സ് നടക്കുമ്പോൾ ശശി തരൂർ അത്തരം ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ അവസരം കൃത്യമായി മുതലാക്കുക മാത്രമാണോ CPM-ന്റെ ഒരു ലക്ഷ്യം? ശ്രീ NM പിയേഴ്സൺ. അല്ല, ഇത് ഇപ്പോ നിലവിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് കോൺഗ്രസിന് മാത്രമാണല്ലോ. കോൺഗ്രസിനാണ് രാഷ്ട്രീയ പ്രശ്നം. ശശി തരൂർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കോൺഗ്രസിനെ ബാധിക്കുന്ന ആ കാര്യത്തെ എങ്ങനെ കൂടുതൽ കോൺഗ്രസിന് കുഴപ്പമുണ്ടാക്കാനായിട്ട് കഴിയും എന്ന അന്വേഷണം തന്നെയാണ് CPM-ഉം അതുപോലെ BJP-യും ചെയ്യുന്നത്. അതാണ് പ്രായോഗിക രാഷ്ട്രീയം എന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത്. പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളൊന്നും ഈ കാര്യത്തിലില്ല. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രമോ CPM-ന്റെ പ്രത്യയശാസ്ത്രമോ BJP-യുടെ പ്രത്യയശാസ്ത്രമൊന്നും ഇതിനകത്ത് ചർച്ചയിലില്ല. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് 2 അഭിപ്രായ പ്രകടനം നടത്തേണ്ടതായിട്ട് വന്നു. അത് അദ്ദേഹം വെറുതെ പറഞ്ഞതാണ് എന്ന് രാഷ്ട്രീയ കേരളം ചിന്തിക്കുന്നില്ല. വളരെ കൃത്യമായി കണക്കുകൂട്ടി നിങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ ശക്തമായ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവാണ് ശശി തരൂർ. ശശി തരൂരിന് പ്രായോഗിക രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ മണ്ടത്തരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ശശി തരൂരിനെ കോൺഗ്രസ് അവഗണിച്ചപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിനെ കൊണ്ട് ശശി തരൂരിനെ കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ശശി തരൂരിനകത്തുണ്ട്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് വിദേശ നയതന്ത്ര ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം മോദിയെ പുകഴ്ത്തുകയും കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു ഇരുതല മൂർച്ചയുള്ള രാഷ്ട്രീയ പ്രയോഗം അദ്ദേഹം കേരളത്തിൽ നടത്തിയത്. ഇത്ര ശക്തമായിട്ട് പ്രായോഗിക രാഷ്ട്രീയത്തെ വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേറെ ആരാണുള്ളത്? എന്നിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്? ഇയാൾക്ക് പ്രായോഗിക രാഷ്ട്രീയം അറിയാൻ പാടില്ല. പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? മരിച്ചവരുടെ വീട്ടിൽ പോകലാണ്, കല്യാണത്തിന് പോകലാണ്. ഇതാണ് പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ സാധ്യത എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അന്വേഷിക്കാനായിട്ടുള്ള കഴിവാണ്. ആ കഴിവ് തീർച്ചയായിട്ടും കേരള സംസ്ഥാനത്തുള്ള കോൺഗ്രസ് നേതാക്കളെക്കാൾ വളരെ കൂടുതൽ ശശി തരൂരിനുണ്ട്. 2 അവസരങ്ങളിൽ അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പ്രകടമാക്കിയതാണ്. ഒന്ന്,
കഴിഞ്ഞ വർഷം അദ്ദേഹം നടത്തിയ ചില നീക്കങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ശശി തരൂരാണ് എന്ന് കോൺഗ്രസിനെ കൊണ്ടും കോൺഗ്രസിന്റെ ഘടകകക്ഷികളെ കൊണ്ടും മുസ്ലിം ലീഗിനെ കൊണ്ടും അദ്ദേഹം പറയിപ്പിച്ചു. അപ്പോഴാണ് സതീശൻ പറഞ്ഞത് ഇത് വെറുതെ ഊതി വീർപ്പിച്ച ബലൂണാണ്, ഒരു സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടിപ്പോവും എന്ന് പറഞ്ഞ അവരുടെ മഹാനായിട്ടുള്ള നേതാവിനെ അങ്ങനെ സൂചി കുത്തി പൊട്ടിക്കാവുന്നേ ഉള്ളൂ എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ് നമ്മളതൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ പ്രശ്നവും അതേപോലെ തന്നെയാണ്. കോൺഗ്രസിന് തന്നെയാണ് പ്രശ്നം. കോൺഗ്രസ് പ്രതിസന്ധിയിലാണ്. നേരത്തെ എനിക്ക് പിന്നെ സംസാരിച്ച ഷാജി പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കോൺഗ്രസ് സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ആ കേരളത്തിൽ 2026 ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്, അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളൊക്കെ കരുതുന്നത് UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. അപ്പൊ UDF അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? അത് കുറെ നാളായിട്ട് നമ്മുടെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അടുത്ത മുഖ്യമന്ത്രി? ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നതിന് ഉത്തരം നായരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നാണ്. 4 നായന്മാരുടെ പേരാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ എത്രയോ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചർച്ചയാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ 4 നായരിൽ ഒരു നായർ എന്ന് പറഞ്ഞാൽ ശശി തരൂരാണ്. അത് കൂടെയുള്ള നായരാണ്. അത് കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്. അതിനെ ഞങ്ങൾ സഹായിക്കും എന്നാണ് താക്കോൽ സ്ഥാനത്തെ കുറിച്ച് സംസാരിച്ചതായിട്ടുള്ള സുകുമാരൻ നായർ പറഞ്ഞത്. നമുക്ക് കേട്ടതാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ നിൽക്കുന്ന സമയത്ത് CPM-ന്റെ ഒരു സമീപനം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഈ പ്രശ്നത്തെ എങ്ങനെ സങ്കീർണമാക്കി മാറ്റാം. ഡോക്ടർ സരിൻ എന്ന് പറയുന്നതായിട്ടുള്ള കോൺഗ്രസ്സുകാരനെ നേരം വിളിക്കുന്നതിന് മുമ്പ് CPM-ലാക്കിയ പാർട്ടിയാണ് CPM എന്ന് നിങ്ങൾ മറക്കരുത്. കോൺഗ്രസ് ആകത്തെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന RSS-കാരനെ വെറുപ്പിന്റെ ഉപശാലകളിൽ നിന്ന് സ്നേഹക്കടയിലേക്ക് ആനയിച്ചവരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്താണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും രാഷ്ട്രീയം? BJP ആണെന്ന് വെച്ചാൽ പത്മജ വേണുഗോപാലിനെയും അതേപോലെ തന്നെ ആ പാവം ആന്റണിയുടെ മകനെയും ഒക്കെ പിറക്കിക്കൂട്ടി എടുത്തുകൊണ്ടുപോയി BJP-യിൽ ചേർക്കുകയും ചെയ്തു. ഈ രാഷ്ട്രീയമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണ് ഈ ധാർമ്മികമായിട്ടുള്ള രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയത്തിനും ഉള്ളത്? സാധ്യതകൾ നോക്കി ഓരോ സ്ഥലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നീ ഇവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞ് കസേര വലിച്ചിട്ട് കൊടുക്കുകയാണ് ഓരോരുത്തർക്കും. അത്തരത്തിൽ കാലുമാറ്റ രാഷ്ട്രീയത്തിന്റെ, അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു രംഗവേദി സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസും CPM-ഉം BJP-യും ഒരുമിച്ച് ചേർന്നാണ്. അങ്ങനെ ചേർന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ സാധ്യതകളെയാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് അതിൽ അദ്ദേഹത്തെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്? സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാർ ഒരു സഹതാപം അർഹിക്കുന്നില്ലേ? ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഈ പ്രഷറൈസ് ചെയ്തിട്ട് ഈ അവസ്ഥയാകുന്നു. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്ന തരത്തിൽ അണികളോട് പോലും കാര്യങ്ങൾ കൃത്യമായി കൺവിൻസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നു ശശി തരൂർ. സഹതാപം അർഹിക്കുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയത്തിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലാതായാൽ മാത്രമാണ് നമുക്കൊരാളുടെ രാഷ്ട്രീയ നീക്കങ്ങളെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്താൻ കഴിയുള്ളൂ. ഇവിടെ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും പ്രത്യേകിച്ചില്ല. വികസന രാഷ്ട്രീയം എന്ന് പറയുന്നത്, വികസന രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഇല്ല. കുറെ കാലമായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് വികസനത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണ്. വികസനത്തിന് മുന്നിൽ എല്ലാവരും ഒന്നുമല്ല. വികസനത്തിന് വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കിടക്കുന്നതായിട്ടുള്ള മനുഷ്യരെ സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന കുന്നുപോലെ, അതുപോലെ തന്നെ വലിയ സാമ്പത്തിക സ്രോതസ്സായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള വികസന പ്രക്രിയകളുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ വികസനത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാണ് എന്ന് CPM-നെ പോലെയുള്ള പാർട്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. അതിന് യാതൊരു പ്രസക്തിയുമില്ല. രാഷ്ട്രീയത്തിന് വളരെ കൃത്യമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞതും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നതും അതേപോലെ തന്നെ BJP-യുടെ തന്നെ ജനജാഗരണ സമിതിക്കാരൊക്കെ പറഞ്ഞിരുന്ന ചില രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെയും ദരിദ്രരുടെയും അതേപോലെ തന്നെ താഴെത്തട്ടിലുള്ളതായിട്ടുള്ള മനുഷ്യരുടെ ജീവിത ഉന്നതിയുടെ പ്രശ്നമാണ്. ആ രാഷ്ട്രീയം സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. വലിയ കെട്ടിടങ്ങൾ, വലിയ റോഡുകൾ, വലിയ മാളുകൾ, ഇതൊക്കെ കടന്നു വരുമ്പോഴേക്കും വികസനമായി എന്ന് സ്വപ്നം കാണുന്നതായിട്ടുള്ള ഒരു മനുഷ്യരുടെ ലോകം നമ്മളുടെ മുന്നിൽ മായികമായിട്ട് സൃഷ്ടിക്കപ്പെടുകയും അതിന്റെ വക്താക്കളായിട്ട് രാഷ്ട്രീയ നേതാക്കളെ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നടക്കുന്ന ചർച്ചകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അവസരത്തെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അതിൽ ആരാണ് വിദഗ്ധൻ എന്നുള്ള ചർച്ച നടക്കുന്നത്. ശശി തരൂർ അതിൽ എത്ര മോശക്കാരനാണ് എന്ന് നമ്മൾ കരുതേണ്ടത്. അദ്ദേഹം BJP-യിലേക്ക് ചേക്കേറുകയോ CPM-ലേക്ക് ചേക്കേറുകയോ ചെയ്യും എന്നുള്ള കാര്യം നമുക്കിപ്പോ പ്രവചിക്കാനാവുന്ന കാര്യമല്ല. കാരണം അദ്ദേഹം ഒരു സാധ്യത അന്വേഷിക്കുകയാണ്. ഒന്ന് തട്ടി ഒന്ന് ഉന്തിയൊക്കെ നോക്കുകയാണ് ചെയ്യുന്നത്.
കോൺഗ്രസിന് എന്ത് സംഭവിക്കും? അദ്ദേഹം പിടിച്ചിങ്ങനെ ആട്ടും സമയത്ത് ഇത് വെറുതെ കിടന്ന് ആടുകയാണോ ചെയ്യുന്നത് എന്ന് അദ്ദേഹം നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ആടി ഒലഞ്ഞ് തകർന്ന് വീഴുന്ന ഒരു സാഹചര്യം പോവുകയാണെങ്കിൽ അദ്ദേഹം എടുക്കുന്നതായിട്ടുള്ള നിലപാടുകൾ അതിനനുസൃതമായ നിലപാടുകളായി. അല്ലെങ്കിൽ മാത്രം അങ്ങനെ ആടി ഉലഞ്ഞ് തകരുമോ കോൺഗ്രസ് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാനൊട്ട് കഴിയില്ല. അങ്ങനെ ഒരു ശശി തരൂർ വിചാരിച്ചാൽ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ള ചോദ്യം ഞാൻ തിരികെ എത്താം. ശ്രീ NM പിയേഴ്സൺ, ഷിറാസ് ഖാൻ, എല്ലാ കാലത്തും ഞാൻ തിരികെ എത്താം. ശ്രീ NM പിയേഴ്സൺ, ഷിറാസ് ഖാൻ എല്ലാ കാലത്തും പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് പാർട്ടിയാണ് ശരി, ശശി തരൂർ എടുക്കുന്ന രാഷ്ട്രീയ നീക്കമല്ല, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അച്ചടക്കവും ആ മര്യാദയും അണികളോടുള്ള ആ ബാധ്യതയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരേണ്ട ചില പ്രായോഗികതകളൊക്കെയാണ് ശരിയെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? അതോ മറിച്ചാണോ? ഈ ശശി തരൂരിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഒരു കാര്യത്തിനും പഠിക്കാറില്ല, എന്നാലും ഇത് അവസാനം പഠിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ്. ശശി തരൂർ എന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 2009-ലാണ്. 2009 വന്നിട്ട് അദ്ദേഹം MP ആവുന്നു, കേന്ദ്രമന്ത്രിയാവുന്നു. അന്നത്തെ സാധ്യത എന്ന് പറയുന്നത് കോൺഗ്രസ് ഇന്ത്യയുടെ ഭരണത്തിലിരിക്കുന്നു എന്നുള്ള സാധ്യതയാണ്. അന്നത്തെ സാധ്യത BJP ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്താകുമായിരുന്നു? BJPയിലേക്ക് പോകുള്ളായിരുന്നു. ഈ ശശി തരൂർക്ക് എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ വക്താക്കളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കേരളം ശ്രീ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഭരണ സംവിധാനം അങ്ങനെ ഒരു തീവ്ര മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പരിപൂർണ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോയപ്പോൾ അതിനെ സ്വാഭാവികമായി പിന്തുണയ്ക്കുക എന്നുള്ളത് അവരുടെ ഭാഗമാണ്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഒരു തീവ്ര വലതുപക്ഷ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരേ നൂലിൽ കൂർത്ത മുത്തുകൾ തന്നെയാണ്. അതിനകത്തൊരു അവരുടെ ഒരു സാമ്പത്തിക വീക്ഷണമുണ്ട്. അപ്പോൾ അവരുദ്ദേശിക്കുന്ന വികസന പ്രവർത്തനം അതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സിന് പറ്റിയിട്ടുള്ള പാളിച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പാർട്ടി പ്രവർത്തകൻ്റെ വിയർപ്പിന് വില നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. സാധാരണ പാർട്ടി പ്രവർത്തകൻ്റെ അധ്വാനത്തെ അംഗീകരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. കോൺഗ്രസ് അവസരം തേടി വരുന്നവർക്ക് കയറിയിരിക്കുവാൻ കസേര ഒരുക്കുന്ന വേദിയായി കോൺഗ്രസ് മാറി. അത് കേവലം ശശി തരൂർ മാത്രമല്ല. നിങ്ങൾ നോക്ക്, കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം അല്ല ഷിറാസെ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒന്നും പ്രഖ്യാപിക്കുന്ന രീതി ഈ പാർട്ടിക്കില്ല, കോൺഗ്രസിനില്ല. പിന്നെ ഈ ഒരു താക്കോൽ സ്ഥാനം പോലെ അല്ലെങ്കിൽ ഒരു നേതൃത്വ നിരയിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണോ അദ്ദേഹം നടക്കുന്നത്? ഇത് ഈ പാർട്ടിയുടെ ചട്ടത്തിന് വിരുദ്ധമല്ലേ? പരിപൂർണ്ണമുള്ള ഒരു അച്ചടക്ക ലംഘനം. ശശി തരൂർ എന്തിനാണ് പാർട്ടിയിലേക്ക് വന്നത്? അധികാരത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നത്. അദ്ദേഹം 2009 കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ, അന്ന് കോൺഗ്രസിന് കേന്ദ്ര ഭരണമുണ്ട്. അപ്പോൾ ഈ ഭരണത്തിൻ്റെ തണലിലിരുന്ന് അവസരങ്ങൾ തേടിയെത്തിയ ആളാണ്. ഇനിയിപ്പോൾ അദ്ദേഹം കോൺഗ്രസിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ കേന്ദ്രത്തിൽ ഉടനെ ഒരു സാധ്യതയും കാണുന്നില്ല. 69 വയസ്സ് കഴിഞ്ഞു. ഒരു 75 വയസ്സ് വരെയൊക്കെയാണ് ഒരാളുടെ പൊളിറ്റിക്കൽ ലെവലിൽ നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യേണ്ട സമയം. അപ്പോൾ അതുവരെ അയാളൊരു സാധ്യത പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ചില സാധ്യതകളുണ്ട്. കേരളത്തിലെ സാധ്യതകളെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്തല്ല. ഇവിടെ CPM എന്ന് പറഞ്ഞാൽ എന്താ? കാലാകാലങ്ങളിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ CPM ചെയ്തിട്ടുള്ളത് എന്താ? BJPക്ക് വഴിയൊരുക്കുവാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറം വേറൊന്നും CPM ചെയ്തിട്ടില്ല. കേരളത്തിൽ വളരെ വിദൂരമായ ഒരു രാഷ്ട്രീയ സാധ്യത ശശി തരൂർ കാണുന്നുണ്ട്. കോൺഗ്രസിന് ഒരു പ്രതിസന്ധിയിലൊക്കെ ആക്കി, കോൺഗ്രസ് പ്രതിസന്ധിയിലേക്ക് ചെന്നുവിട്ടതാണ് കാര്യം. അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് പാർട്ടി പ്രവർത്തകരിൽ നിന്നല്ല, അവസരം തേടി വരുന്ന ആരെയും നേതാവാക്കുന്ന ഒരു സമീപനം കോൺഗ്രസിനുണ്ട്. ഡോക്ടർ സരിൻ കോൺഗ്രസിലേക്ക് എന്നാ വന്നത്? KSUവിൽ പ്രവർത്തിച്ചു വന്ന ആളാണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവസരം തേടിയത് ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് പാലക്കോട് നിന്ന്. എത്ര കാലം കോൺഗ്രസിനകത്ത് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുന്നവർക്ക് അവസരങ്ങൾ കൊടുക്കുമ്പോൾ പാർട്ടി പ്രവർത്തിക്കുന്നവൻ, ഞാൻ അതാ പറഞ്ഞ, പാർട്ടി പ്രവർത്തകൻ്റെ വിയർപ്പിനെ വിലയിരുത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നതിൻ്റെ ഫലമാണ് ഇങ്ങനെയുള്ള ഊതി വീർപ്പിച്ച ബലൂണുകൾ ബാധ്യതയായി മാറുന്നത്. പെരിയ കൊലക്കേസിലെ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചപ്പോൾ ഈ സാധാരണക്കാരുള്ള പാർട്ടി പ്രവർത്തകർക്ക് കൈയടിക്കാൻ തോന്നുമോ? അപ്പോഴും അണികളുടെ ആ വികാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ലേ ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ശശി തരൂർ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അണികളെ മുമ്പും അംഗീകരിച്ചിട്ടില്ല, വിലയിരുത്തിയിട്ടില്ല.
അദ്ദേഹം ആധുനിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അവസരങ്ങൾ തേടിപ്പോകുന്ന ഒരു പ്രൊഫഷണലിസ്റ്റാണ്. അവരുടെ ഒരു പൊളിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ അപ്രോച്ചാണ്. അവിടെ വേറെ ഒരു കാൽപ്പനികതയില്ല, ഐഡിയോളജി. നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ അങ്ങനെ ഒരാളെയാണോ ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ ഒരാളെയാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കേണ്ടത്? അതാണോ കോൺഗ്രസിന്റെ അണികൾ ആഗ്രഹിക്കുന്നത്? കോൺഗ്രസിന്റെ അണികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും ശശി തരൂരിനെ ആഗ്രഹിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്തൊക്കെ പറഞ്ഞാലും ഒരു തീവ്ര മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ ഉൾക്കൊള്ളുന്ന മനോഭാവമുള്ളവരല്ല കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള അണികൾ. അവരിപ്പോഴും ഗാന്ധിജിയൊക്കെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും CPM-ന് വന്ന ഒരു വലിയമായൊരു നയവ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിറകെ പോയിരിക്കുന്നു. അങ്ങനെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിറകെ വലിയ റോഡുകളും വലിയ മാളുകളും ഒക്കെയാണോ വികസനത്തിൻ്റെ ആധാരം? ഈ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കുത്തക മുതലാളിമാരിൽ നിന്ന് മൂലധന ശക്തികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ഒരു രാജ്യത്തിൻ്റെ, ഒരു സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ആധാരം? ഇവിടെ സാധാരണക്കാരൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് കേരളത്തിൽ? അവന്റെ അവസ്ഥ വളരെ മോശമാണ്. മുന്നേ അങ്ങനെയാണെങ്കിൽ ശരി, അണികളെ വിട്ടേക്ക്. ഘടകകക്ഷികൾ തരൂരിനൊപ്പം നിൽക്കുമോ? ലീഗിന്റെ ഒക്കെ നിലപാട് നിങ്ങൾക്ക് ഏകദേശം വ്യക്തമല്ലേ? ഞാൻ കോൺഗ്രസിന്റെ ഭാഗം പറയുന്നവൻ. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാട്, പാർട്ടി പ്രവർത്തകർക്ക് നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട് അവിടെ ഇരിക്കട്ടെ. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ഇന്നും ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാഴ്ചപ്പാട്, രാജ്യത്തോടുള്ളൊരു താല്പര്യം, സഹജീവികളോടുള്ളൊരു താല്പര്യം, അതൊക്കെ കൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഘടകകക്ഷികളുടെ കാര്യം എന്ന് വെച്ചാൽ ഘടകകക്ഷി ഇപ്പോൾ ലീഗിനെ പോലെയുള്ളവർക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നിലവിലെ സംവിധാനങ്ങളോട് പൊരുത്തമില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഒരു UDF സംവിധാനം എന്ന നിലയിൽ അതിൽ മാറ്റങ്ങളുണ്ടാവാം. ആ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഒരാളിനോടൊപ്പം സ്വാഭാവികമായിട്ടും നിൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവല്ലേ? ഓക്കെ, അപ്പൊ വ്യക്തമാണ് തരൂരിനൊപ്പമല്ല സംസ്ഥാന കോൺഗ്രസ് എന്നുള്ള കാര്യം. ആ തരത്തിലാണ് പറയുന്നത്. കോൺഗ്രസിന് കുഴപ്പമാണ് ഇത് ഇത്രയും സംഭവിച്ചത് എന്നുകൂടി ഷിറാസ് പറയുന്നു. ഓക്കെ, ഞാൻ ശ്രീ ജെ അജിത് കുമാർ, നേരത്തെ ഷാബു പ്രസാദ് പറഞ്ഞൊരു വിഷയമുണ്ട്. നവീൻ പട്നായിക്കിനെയൊക്കെ പോലെ അങ്ങനെ ഒരു നല്ല ഇമേജുള്ള ശശി തരൂരിനെ കൊണ്ടുവന്ന് കോൺഗ്രസിന് ഒരു പുതിയ റിവൈവൽ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, UDF-ന് അങ്ങനെ ഒരു സാധ്യത കൂട്ടുമെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? അതല്ലാതെ ഇങ്ങനെ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു പറയാതെ പറഞ്ഞു ഇങ്ങനെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഒരു നവീൻ പട്നായിക്ക് മാത്രമല്ല, അദ്ദേഹം ഒറീസയിൽ ഉള്ള ഏക നവീൻ പട്നായിക്കാണ്. നമുക്ക് അതുപോലെ പറയാൻ പറ്റിയ വേറെ നിതീഷ് കുമാറുണ്ട് ബീഹാറിൽ. കേവല രാഷ്ട്രീയം മാത്രം നോക്കാതെ അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിൻ്റെ വികസന താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന മുഖ്യമന്ത്രിമാരെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ബാർഗൈൻ ചെയ്ത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രിമാരായിരുന്നു നിതീഷ് കുമാറും നവീൻ പട്നായിക്കും. ഇതേ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട. ഇതൊന്നുമില്ലാതെ ഈ പറഞ്ഞ ആദ്യത്തെ വിവാദ ഇൻ്റർവ്യൂവിന് ശേഷം വിദേശരംഗത്തെ കാര്യം പോട്ടെ, ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് ശ്രീ പ്രകാശ് മാഷം പറയുകയുണ്ടായി. സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് ശ്രീ ശശി തരൂർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് കണക്കുകൾ ഉദ്ധരിച്ചാണ് ശ്രീ VD സതീശൻ അത് പറഞ്ഞത്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കൊച്ചിയിൽ നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, ഇൻവെസ്റ്റ് കേരള, അതിൽ 1.5 ലക്ഷം കോടിയുടെ വാഗ്ദാനം എന്നാണ് പറയുന്നത്. ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടക്കുന്നത് UDF ഭരിക്കുന്ന കാലത്ത് ശ്രീ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അദ്ദേഹം ഈ പറഞ്ഞ ശശി തരൂരിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല. അതിനുശേഷം ഈ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് ഒരു തിരുത്തൽ പോലെ ശ്രീ ശശി തരൂർ പറയുകയുണ്ടായി. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരുപാട് വികസനങ്ങൾ നടന്നിരിക്കുന്നുവെന്ന്. ശ്രീ ഉമ്മൻചാണ്ടിയും നവീൻ പട്നായിക്കിൻ്റെയോ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല. അവർക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അല്ല പാർട്ടിയിൽ തുടക്കം മുതൽ. ശ്രീ അജിത് കുമാർ, അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയുടെ അത് ഇത്രയും പഴയ ആ അടിത്തറ വരെ ഇളക്കുന്ന രീതിയിലാണ് ശശി തരൂർ പറയുന്നതെങ്കിൽ, ആ തരത്തിലാണ് ഇത് പാർട്ടിയെ ബാധിക്കുന്നതെങ്കിൽ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്തണമെന്നുള്ള ഒരു ആവശ്യമാണല്ലോ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാം പരാമർശങ്ങൾ. അത് അപ്പൊ ഹൈക്കമാൻഡ് എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നില്ല എന്നതാണോ കറക്റ്റ് ചോദ്യം? അല്ല, ഇപ്പൊ എല്ലാ പാർട്ടിയിലും അങ്ങനെയുള്ള നേതാക്കന്മാരില്ലേ? ശ്രീ G. സുധാകരൻ CPM-നെതിരെ മുഖ്യമന്ത്രിയെ പോലും
നേരിട്ട് മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ശ്രീ സുധാകരൻ ആരോപണം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നേരെയാണെന്ന് വളരെ വ്യക്തമാകുന്ന രീതിയിൽ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ മര്യാദാഹാരം കഴിക്കുന്നവർ എന്ന് അവരുടെ തന്നെ ചില പ്രയോഗങ്ങൾ കടമെടുത്താൽ ആർക്കാ മനസ്സിലാകാത്തത്? ജി സുധാകരൻ എന്തെങ്കിലും നടപടിയുണ്ടായോ? ഞാൻ പറഞ്ഞത് ചില സംഘടനാ പദവികളിൽ അല്ലെങ്കിൽ പാർലമെന്ററി സംവിധാനത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ പറയുമ്പോൾ വ്യത്യാസമുണ്ടല്ലോ. അല്ല, അപ്പോൾ ഒന്നാമത് ശശി തരൂര് കോൺഗ്രസിന്റെ കോൺഗ്രസിന് ഈ പറഞ്ഞ പോലെയുള്ള പോരായ്മകൾ ഒരുപാടുണ്ട് നമുക്കറിയാം. ശ്രീ സുധാകരൻ KPC പ്രസിഡന്റായി വന്നതിന് ശേഷം ഒരു കേഡർ സ്വഭാവം ഇല്ലെങ്കിൽ ഒരു അർദ്ധ കേഡർ പാർട്ടിയായിട്ടെങ്കിലും കോൺഗ്രസ് രൂപാന്തരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം അത് നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധനുമായിരുന്നു. പക്ഷേ അത് പല കാരണങ്ങളാൽ നടന്നില്ല. നമുക്കറിയാം കോൺഗ്രസ്സിൽ കൂടുതൽ ഒരു ആൾക്കൂട്ടമായിട്ടാണെന്നാണല്ലോ നമ്മൾ പൊതുവെ പറയുന്നത്. ഒരു കേഡർ സ്വഭാവം കൈവരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം. അല്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ തരൂര് വന്നപ്പോഴാണ് ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് എത്രയോ കാലത്തിന് ശേഷമാണ് ഈ ഒരുമിച്ച് ചേർന്നുള്ള പ്രസ്താവന. അപ്പം തരൂരിനെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ശക്തനായിട്ടുള്ള ഒരാളെ നേതാവായിട്ട് അംഗീകരിച്ചുകൂടാ സംസ്ഥാന നേതൃത്വത്തിന്? തരൂര് നേതാവാണല്ലോ, അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. താക്കോൽ സ്ഥാനം എന്ന് തന്നെയാണ് ചോദിച്ചത്. അല്ല, അത് ഇപ്പോഴേ തീരുമാനിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടല്ല, അങ്ങനെ ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. അതിന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ രീതികളുണ്ടല്ലോ. ആ രീതി അനുസരിച്ച് ഭൂരിപക്ഷം തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാംഗങ്ങളിൽ നിന്ന് ഭൂരിപക്ഷ അഭിപ്രായം തേടി അല്ലെങ്കിൽ അവിടെ ഒരു സമന്വയം ഉണ്ടാക്കി അവിടെ നിന്നുള്ള ഈ തീരുമാനം പിന്നെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്നുള്ള രീതിയാണല്ലോ എത്രയോ കഴിഞ്ഞ 140 വർഷമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷം കാലത്തുമായിട്ട് നടക്കുന്നതാണല്ലോ. അപ്പോൾ കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ആർക്കും എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് പാർട്ടിക്ക് അനുകൂലമല്ല എന്നുള്ള കാര്യം എല്ലാം എന്ന് പറയുന്നിടത്ത് അതെ ആരൊക്കെ മനസ്സിലാക്കണം, എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഞാൻ തിരികെ എത്താം. ശ്രീ M പ്രകാശ് മാസ്റ്റർ, നേരത്തെ ശ്രീ NM Pearson ചോദിച്ചൊരു കാര്യമുണ്ട്. പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടാണ് തരൂരിനെ ഇത്രയധികം അംഗീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ CPM നേതാക്കൾ നടക്കുന്നതെന്ന് നാട്ടുകാർ വിചാരിക്കുമോ? അദ്ദേഹം ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തണം. ഇനി കേന്ദ്രത്തിൽ നിന്നിട്ട് കാര്യമുണ്ടാവുകയില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹം അത്തരം ഒരു വിമർശനങ്ങളിലേക്ക് വരുന്നു. മോദി സർക്കാരിനെ പോലും അനുകൂലിച്ചുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പാർട്ടിയല്ല CPM. എന്ത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ കൂടിയാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പരാമർശം നടത്തുന്നത്? ഈ വികസനത്തിന്റെ പേരിൽ മാത്രമാണോ? ഇതിൽ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആശയ പോരാട്ടമുണ്ട്. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ നിലക്കുള്ള അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാക്കാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ചെയ്യുന്ന സകല കാര്യങ്ങളെയും എതിർക്കുകയും അവയെല്ലാം തെറ്റെന്ന് പറയുകയും വസ്തുതകളെ പോലും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് നിർഭാഗ്യവശാൽ ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ആ നിലപാടിനെതിരായിട്ട് ആ നിലപാട് ശരിയല്ല എന്ന് പല സന്ദർഭങ്ങളിലും പറഞ്ഞു വന്നിട്ടുള്ള ഒരാളാണ് തരൂരെന്ന് പറയുന്നത്. കേരളത്തിൽ കോൺഗ്രസിന് നിലപാട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസ് വർക്ക് കമ്മിറ്റി അംഗമാണ്. ഈ അഭിപ്രായം പറയുന്ന പല ആളുകളും അതിന് താഴെ നിൽക്കുന്നവരാണ്. അപ്പോൾ നിലപാടുകൾ ന്യായമായ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടുകളെ എല്ലാ സന്ദർഭത്തിലും പിന്തുണക്കാനും അതിന് കൂടെ നിൽക്കാനും CPM ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ KV തോമസിനെ ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതുപോലെ സരിനെ ഞങ്ങൾ സ്വീകരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ രണ്ട് നിലപാടുകൾ തമ്മിൽ വലിയ പോരാട്ടം നടക്കുമ്പോൾ ആ നിലപാടുകളിൽ ശരിയായ നിലപാടെടുക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുക അത് പ്രധാനമാണ്. ഇവിടെ നിർഭാഗ്യവശാൽ കോൺഗ്രസ് വസ്തുതകൾ അംഗീകരിക്കുന്നില്ല, കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കാണുന്നില്ല, എല്ലാറ്റിനെയും എതിർക്കുക, പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. പ്രതിപക്ഷം ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കാണും. ശ്രീ പ്രകാശ് മാസ്റ്റർ, സരിനെയൊക്കെ പോലെ അത്തരം നിലപാടുകളോടുകൂടി താങ്കൾ പറഞ്ഞ ആ നിലപാടുകളോടുകൂടി വരും ശശി തരൂർ CPM-ലേക്ക് എന്നുള്ള ഒരു മനപ്പായസം ഉണ്ടെന്നുണ്ടോ ഇടത് നേതാക്കൾ? ഞങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ BJP-ക്കാരാണ് ഈ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആളുകളെ പണം കൊടുത്തിട്ട് വാങ്ങിയിട്ട് 8 സ്റ്റേറ്റിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത് അവരാണ്. പണം കൊടുത്ത് ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത് എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞ പ്രസ്താവന നമ്മളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്നത് നമ്മളെല്ലാം കണ്ടതാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു ഗതികേടുമില്ല. ഞങ്ങൾ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിലെ ശരികളെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നവരാണ്. മാത്രമല്ല ഞങ്ങളുടെ രാഷ്ട്രീയം സാധാരണക്കാരന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. ഇവിടെ പറഞ്ഞല്ലോ
ഞങ്ങളുടെ നയമാറ്റം നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഭൂസ്വത്തിലെ അവകാശ രംഗത്തും ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിലും ഈ കേരളം ഉണ്ടാക്കിയതുപോലെ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരൊറ്റ ഗവൺമെന്റ് BJPക്കുണ്ടോ ഇന്ത്യ രാജ്യത്ത്? കോൺഗ്രസിനുണ്ടോ ഇന്ത്യ രാജ്യത്ത്? ഇല്ല. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ഗവൺമെന്റാണ്. ഞങ്ങളെടുക്കുന്ന എല്ലാ നയങ്ങളും ഞങ്ങൾ പരിശോധിക്കുന്നത് അത് പാവങ്ങൾക്ക്, പണിയെടുക്കുന്നവർക്ക് എങ്ങനെയാണ് സഹായകമാവുക എന്നുള്ളതാണ്. അല്ലാതെ കോൺഗ്രസിനെ പോലെ സമ്പന്നന്മാരെ സേവിക്കുന്നതിന് വേണ്ടിയല്ല, BJPക്കാരെ പോലെ സമ്പന്നന്മാരെ സേവിക്കാനല്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നിലപാടുകൾ നടപ്പിലാക്കുമ്പോൾ ആ നിലപാടുകളെ അടച്ചാക്ഷേപിക്കുക. ആ അതിനനുകൂലമായിട്ട് നിൽക്കുന്ന ശശി തരൂരിനെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള CPM ആ നിലപാടാണ് പറയുന്നത്. പ്രകാശ് മാഷിന്റെ അതിനപ്പുറത്തേക്ക് ഇനി എന്തായാലും അദ്ദേഹം മാറ്റി പറയാൻ പോകുന്നില്ല. ശ്രീ ഷാബു പ്രസാദ്, ഒറ്റ കാര്യം കൂടെ, ഹൈക്കമാൻഡ് ഇതിനകത്ത് എന്ത് നിലപാടെടുക്കുന്നുള്ള ചോദ്യമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞല്ല ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷമാണ് ഇങ്ങനൊരു അഭിമുഖം വന്നതെങ്കിലൊക്കെ അത് വീണ്ടും വലിയ ചോദ്യമാണ്. ഹൈക്കമാൻഡ് ഒന്നും ചെയ്യാതെ നിൽക്കുന്നതാണോ, ഒന്നും ചെയ്യാൻ പറ്റാത്തതാണോ, ഇവിടെ നിന്ന് പ്രഷർ പോകുമ്പോൾ ഹൈക്കമാൻഡ് മിണ്ടാതെ നിൽക്കുന്നതാണോ? അതിൽ എങ്ങനെയാണ് താങ്കൾ കണക്കാക്കുന്നത്? ഹൈക്കമാൻഡ് മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പോലും വലിയ ചോദ്യചിഹ്നമായിരിക്കും. ഇല്ല, അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഇന്ന് വല്ലാത്ത ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണ്. അവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അവർക്ക് ഈ ഇവിടെ ഇനി ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള ഈ ഒരു സംസ്ഥാനത്തിനെ, അവിടെ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധിയെ അവർക്ക് നേരായ രീതി കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം ശശി തരൂരിൻ്റെ പ്രഷറിന് വഴങ്ങുക എന്നുള്ളത് മാത്രമാണ്. ഒരു സംശയവും വേണ്ടാതെ. CPM അവിടെ ഇരുന്ന് മറ്റേതെങ്കിലും പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നാളെ ഇങ്ങനെ അവരിങ്ങനെ ഈ ചെറിയനൊക്കെ ഇരിക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനം അവർക്കുണ്ടാകാൻ പോകുന്നില്ല. ശശി തരൂർ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ശശി തരൂർ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകും. ശശി തരൂരായിരിക്കും അടുത്ത തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതുപോലെ ശശി തരൂർ വളരെ പ്ലാൻഡായിട്ടാണ് അദ്ദേഹം. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് ഒന്ന് കേൾക്കുമ്പോൾ അത് വളരെ കൃത്യമാണെന്ന് തോന്നൂലേ? അതായത് നല്ല കാര്യം ചെയ്യുന്നത് ആരാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ, രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കുപരി എന്ന ആ ഒരു രീതിയിൽ, ആ ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം ഒരു വലിയ സ്വീകാര്യത, പബ്ലിക്കായിട്ടുള്ളൊരു സ്വീകാര്യതയാണ് ഉണ്ടാക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു കേവല രാഷ്ട്രീയത്തിന് മുകളിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. അങ്ങനെയുള്ള ഒരാളാണ് കേരളത്തിൻ്റെ നയിക്കേണ്ടത് എന്ന ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കാനുള്ള വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. നല്ല കാര്യം ചെയ്യും, അത് ആരാണ് അതിനെ എതിർക്കുക? നല്ല കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കുപരിയായി അതിനെ അഭിനന്ദിക്കണ്ടേ, അംഗീകരിക്കണ്ടേ എന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എങ്കിലും കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരളത്തിലെ പൊളിറ്റിക്സ് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അദ്ദേഹം. MP ആണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വരുമ്പോൾ ഇദ്ദേഹം ഒരു കേവല രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഇങ്ങനെയുള്ള വ്യക്തികളാണ് കേരളത്തിനെ നയിക്കേണ്ടത് എന്ന് പൊതുസമൂഹത്തിൽ ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇന്റലിജൻസ് തന്നെയാണത്. തീർച്ചയായും. ശ്രീ NMBS, ഒറ്റ കാര്യമാണ്, താങ്കൾ നേരത്തെ പറയാം പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് തരൂർ എന്ന് പറയുമ്പോഴും സമുദായ സംഘടനകളുടെ പിന്തുണ, ലീഗ് അടക്കമുള്ളവരുടെയൊക്കെ ഒരു പിന്തുണ ഒക്കെ ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾക്കുണ്ട്. അദ്ദേഹം ഏത് പ്രായോഗിക രാഷ്ട്രീയമാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് ഇതാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ പിന്തുണ ഉള്ള ആൾക്ക് കൂടുതൽ മാർക്ക് എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് അവിടെ ഉണ്ട്. CPM ഏത് രാഷ്ട്രീയ കളി ഇപ്പുറത്ത് കാണിച്ചോട്ടെ, നീക്കം എടുത്തോട്ടെ, പക്ഷേ UDF-നകത്ത് അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ശശി തരൂരിന് കൂടുതലായിട്ടുണ്ട്. അത് ശരിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ശശി തരൂർ അദ്ദേഹത്തിന്റെ റോള് നമ്മളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ കുറച്ചു നേരമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണല്ലോ യഥാർത്ഥത്തിൽ ശശി തരൂർ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അടുത്ത് പോകുക, അവരുടെ എല്ലാവിധമായിട്ടുള്ള ആശീർവാദങ്ങൾ വാങ്ങുക, അത് കഴിഞ്ഞ് ക്രൈസ്തവ അരമനകളിൽ ചെല്ലുക, അവിടെ നിന്ന് എല്ലാവിധമായിട്ടുള്ള ആശീർവാദങ്ങൾ വാങ്ങുക, അതുപോലെ ഏതാണ്ട് എല്ലാ മേഖലകളിലും, പിന്നെ നായർ സൊസൈറ്റിയുടെ മീറ്റിംഗിൽ എത്തുക, അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം നേടുക, ഇനി ഈഴവരുടെ അടുത്ത് ചെല്ലേണ്ടതുണ്ടെങ്കിൽ അവിടെയും ചെല്ലുക, അങ്ങനെ എല്ലാവിധമായിട്ടുള്ള ആളുകളുടെയും ഒരു അംഗീകാരം നേടുക. ഒപ്പം താൻ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ വളരെ മികച്ചതാണ് എന്നും അത് കക്ഷി രാഷ്ട്രീയത്തിന്റെ മതിലുകൾക്ക് മുകളിൽ വികസിക്കുന്നതും വളരുന്നതും ഉയരുന്നതുമായിട്ടുള്ള ഒരു ചക്രവാള സീമകളിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ വിശ്വപൗരൻ എന്ന് പറയുന്നതായിട്ടുള്ള ഇമേജ് കൂടി
കൂട്ടിക്കുഴച്ച് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ചർച്ചകൾ മാത്രമാണ്. അതിൽ കൂടുതൽ ഇതിനകത്ത് പ്രസക്തി തീർച്ചയായിട്ടും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ചർച്ചകൾ മാത്രമാണെന്ന് ശ്രീ NM പിയേഴ്സൺ പറഞ്ഞു നിർത്തുന്നിടത്ത് അവസാനിപ്പിക്കുക. ഏതായാലും എന്ത് തോന്നുന്നു, ജനങ്ങൾ എന്ത് കരുതുന്നു, ഈ തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ പാർട്ടി വിടാൻ സാധ്യതയുണ്ടെന്ന് ചോദിക്കുമ്പോൾ 73% പ്രേക്ഷകരും പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് വിട്ടേക്കും എന്നുള്ളതാണ്. 27%. പക്ഷേ നമ്മുടെ പാനൽ ഉരുത്തിരിഞ്ഞൊരു ചർച്ച വെച്ച് ഇതിൽ പ്രഷർ ടാക്ടിക്സ് മാത്രമാണ് ശശി തരൂരിൻ്റെത് എന്നുള്ളൊരു വിലയിരുത്തലേക്കും വരുന്നു. ഏതായാലും കണ്ടറിയാം ഇനിയുള്ള സമയങ്ങൾ എങ്ങനെയാകുന്നു. എം പ്രകാശ് മാസ്റ്റർ, NM പിയേഴ്സൺ, ഷാബു പ്രസാദ്, ഷിറാസ് ഖാൻ, ഒപ്പം ശ്രീ J. അജിത് കുമാർ ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. പൂർണ്ണമാകുന്നു. നമസ്കാരം.